അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊന്ന് കാസർഗോഡേക്ക് പോയി വരാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു ആത്മഹത്യ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും കാരണം കണ്ടെത്താനാകാതെ പോലീസ്. സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി പേരുടെ മൊഴിയെടുത്തിട്ടും അവ്യക്തത തുടരുകയാണ്. മരണത്തിൽ ആൺ സുഹൃത്തിന്റെ പ്രേരണ ഇല്ലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. മരണത്തിന് 2 ദിവസം മുൻപ് വരെ ചിന്നു പാപ്പു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു. നിലവിൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. അരുൺ പൂപ്പറമ്പയുടെ കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. ചിന്നുവിന്റെ മരണം എന്തുകൊണ്ട് ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് തുടരുന്നുണ്ട്. അതിനിടയിലാണ് ചിന്നുവിന്റെ സുഹൃത്ത് സന്ദേശനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നതും. സാമൂഹിക സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ സന്ദേശത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അതും ഒരു ദുരൂഹതയായിട്ട് തുടരുകയാണ്. എന്താണ് പോലീസ് പറയുന്നത്? നിലവിൽ എന്തായാലും ഈ ചിന്നു പാപ്പുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായൊരു വ്യക്തത, ഇതിൻ്റെ കാരണത്തെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടായിട്ടില്ല അരുൺകുമാർ. അതായത് ഫെബ്രുവരി 9-ാം തീയതിയാണ് വാടക വീട്ടിലെ മുറിയിൽ ചിന്നു പാപ്പുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരണത്തിന് 2 ദിവസം മുമ്പ് വരെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായിരുന്നു ചിന്നു പാപ്പു. അതോടൊപ്പം തന്നെ ഈ ചിന്നു പാപ്പുവിൻ്റെ പിതാവ് നമുക്ക് തന്ന പ്രതികരണത്തിൽ പറയുന്നത് അവസാനമായി വീട്ടിലെത്തിയപ്പോഴും തികഞ്ഞ സന്തോഷവതിയായിരുന്നു. മറ്റെന്തെങ്കിലും ഒരു പ്രശ്നമോ മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം ചിന്നുപ്പാപ്പു നേരിട്ടതായി ആ പെരുമാറ്റത്തിലൊന്നും തോന്നിയിരുന്നില്ല എന്നതാണ് പിതാവിൻ്റെയും പ്രതികരണം. അപ്പോൾ എന്താണ് ഈ പെട്ടെന്നുള്ള ഈ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ള കാരണം എന്നതാണ് അറിയേണ്ടത്. അങ്ങനെ മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ സമ്മർദ്ദമോ ചിന്നുപ്പാപ്പു നേരിട്ടിട്ടുണ്ടോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. അതറിയാൻ കഴിയുക അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമാണ്. സുഹൃത്തുക്കളുടെയും അടുത്ത ബന്ധുക്കളുടെ എല്ലാം മൊഴി പോലീസ് പലതവണയായി രേഖപ്പെടുത്തി. പക്ഷേ അവരിൽ നിന്നൊക്കെ ഈ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ചിന്നുപ്പാപ്പുവിനുള്ളതായി മനസ്സിലായിട്ടില്ല. ഇനി എന്തായാലും അറിയേണ്ടത് ഈ ഫോണിന്റെ ചിന്നുപ്പാപ്പുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതൊരു വിശദമായ പരിശോധന നടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു ലീഡ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് എന്തായാലും ഉള്ളത്. അതിനിടെയാണ് ചിന്നുപ്പാപ്പുവിന്റെ ആൺ സുഹൃത്തു കൂടി ഈ ജീവനൊടുക്കിയത്. അതിലും നിലവിൽ എന്താണ് കൃത്യമായ കാരണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ടായില്ല. പക്ഷേ ഈ സൈബർ ആക്രമണവും ഈ ചിന്നുപ്പാപ്പുവിന്റെ മരണത്തിന് ശേഷം ഉണ്ടായ മാനസിക സമ്മർദ്ദവുമാണ് മരണത്തിന് കാരണമായിട്ടുള്ളത് എന്നതാണ് പ്രാഥമികമായി പോലീസ് അതിലും പറയുന്നത്. താങ്ക് യു. അരുണാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും. താങ്ക് യു അരുൺ. പ്രിയപ്പെട്ട